സത്യത്തിൽ ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ ജോർജിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഇനി 8 മാസവും 6 മാസമൊക്കെ ഉള്ളൂ മന്ത്രിസഭയുടെ കാലാവധി കഴിയാനായിട്ട്. അത് സർക്കാരിനുണ്ടാക്കുന്ന പോസിറ്റീവായിട്ടൊരു സംഗതിയുണ്ട്. അതെന്താണ്? ജനങ്ങളുടെ ഈ ആളിക്കത്തുന്ന വികാരത്തെ ഒന്ന് തണുപ്പിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ നേട്ടം. ഇത് പൊളിറ്റിക്കലാണ് ഞാൻ പറഞ്ഞത്. വീണ ജോർജ് രാജിവെച്ച് വേറെ അതിനേക്കാൾ കഴിവില്ലാത്ത വേറെ ആൾ അവിടെ കൊണ്ട് വല്ല കാര്യമുള്ളൂ? ഇല്ല, ഒരു വിശേഷവും ഇല്ല, യാതൊരു വിശേഷവും. അല്ലെങ്കിൽ ആ ചുമതല കൂടി മുഖ്യമന്ത്രി ഏറ്റെടുത്തു, ഞാൻ തന്നെ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വല്ല മാറ്റം ഉണ്ടാവും? ഇല്ല, അത് സിസ്റ്റത്തിൻ്റെ മാറ്റമാണ്. സിസ്റ്റമാണ് മാറേണ്ടത്. പക്ഷേ ഇങ്ങനൊരു സംഗതി ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ ഗുണം അല്ലെങ്കിൽ അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാക്കാനുള്ള പൊളിറ്റിക്കൽ എന്താ പറയുക, രാഷ്ട്രീയമായിട്ടുള്ള വിവേകം, അതൊക്കെ LDF തന്നെ നഷ്ടമായി കഴിഞ്ഞു. ഇതാണ് പ്രശ്നം. അല്ല, ഇപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് വീണ ജോർജിനെ അത്രയേറെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കുമോ എന്നാണ് ഇടതുപക്ഷ അനുഭാവികൾ ചോദിക്കുന്നത്. അവർ പറയുന്ന കുറേയേറെ കണക്കുകളുണ്ട്. കാസ്പ് വഴി 1400 കോടിയോളം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 885 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. 630 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. ആരോഗ്യമേഖലയ്ക്ക് ഉള്ള ബജറ്റ് വിഹിതം 2016 665 കോടിയായിരുന്നത് ഈ സർക്കാരിൻ്റെ ഈ മന്ത്രിസഭയുടെ കാലത്ത് 2828 കോടിയായി ഉയർത്തി. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വീണ ജോർജിൻ്റെ ക്രെഡിറ്റിൽ ചേർക്കേണ്ടതല്ലേ? ആരോഗ്യവകുപ്പിൽ പഞ്ചിങ് സംവിധാനം കൊണ്ടുവന്നത് തൊഴിൽ ഒഴുക്കിൽ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് വർക്ക് കുറെ കൂടി കാര്യക്ഷമമാക്കിയില്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ജനങ്ങൾ കാണുന്നത് എന്താണ്? ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് എന്താണ്? ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതുപോലുള്ള ദുരിതവും കഷ്ടപ്പാടും. ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഫലപ്രദമായ ചികിത്സ കിട്ടുന്നത്. ഇപ്പോൾ പാമ്പ് കടിച്ച് വരുന്ന രോഗി, നിങ്ങൾ തിരുവനന്തപുരം ജില്ലയോട് അന്വേഷിച്ചു, എത്ര സർക്കാർ ആശുപത്രിയിൽ പാമ്പ് കടിക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട്? വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എൻ്റെ അറിവിൽ 3 ഗവൺമെൻറ് ആശുപത്രിയിൽ മാത്രമേ പാമ്പ് കടിക്ക് ചികിത്സയുള്ളൂ. ജനറൽ ആശുപത്രി ഉണ്ട്, പിന്നെ 2 ആലുവ താലൂക്ക് ജനറൽ ആശുപത്രി, 3 സ്ഥലത്തുണ്ട്. ബാക്കി എല്ലാം സ്വകാര്യ മേഖലയിലാണ്. സ്വകാര്യ മേഖലയിൽ തന്നെ കുറവാണ് പാമ്പ് കടിക്ക് ചികിത്സ. പക്ഷേ ആളുകൾക്ക് അറിയാം ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത് ഇല്ല. അതുകൊണ്ട് ഒരാൾക്ക് പാമ്പ് കടി കൊണ്ട് ഉടനെ തന്നെ ആളുകൾ പറ്റുമെങ്കിൽ ഈ പാമ്പിനെയും കൂടി തല്ലിക്കൊന്ന് പാമ്പിൻ്റെ ബോഡിയുമായിട്ട് നേരെ കടിയേറ്റ ആളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ കൊണ്ടുപോകും. അവർ ഇതിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ തന്നെ ആൾക്ക് ചികിത്സ കൊടുക്കും.